ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ ഉള്ളൂ ശിവലിംഗ പ്രതിഷ്ഠയല്ലാത്ത പ്രതിഷ്ഠകളുള്ളത്. അങ്ങനെ ഒരു അമ്പലത്തിലാണ് ഞാൻ എന്നുള്ളത്. തിള്ളൈ നടരാജ ടെമ്പിൾ, ചിദംബരത്തുള്ള തിള്ളൈ നടരാജ ടെമ്പിൾ. തിള്ളൈ എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ഉള്ള ഒരു അമ്പലമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം കണ്ടൽക്കാടുകളൊക്കെ ചിദംബരത്ത് നിന്ന് മാറി കുറച്ച് വിട്ട് പിച്ചാവരത്താണ് ഉള്ളത്. അവിടെ മെയിനായിട്ടുള്ളത് 4 ഗോപുരങ്ങളാണ്, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. അതിലുള്ള ഗോപുരങ്ങളുടെ മേലെ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ നാട്യശാസ്ത്രയിലുള്ള 108 പോസ്റ്റേഴ്സില്ലേ ഭരതനാട്യത്തിലുള്ള, അതാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തം ഒരു നൃത്തത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അമ്പലമായിട്ടാണ് ഇവിടെ എല്ലാവരും കണക്കാക്കുന്നത്. ആ ഗോപുരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ആ സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ എന്ത് അതിമനോഹരമാണെന്നറിയോ. ശരിക്കും രാവിലെ ഒരു 7 മണി 6:30 7 മണിക്ക് പോകുമ്പോൾ അതിമനോഹരമാണ്. ആ ഉള്ളിൽ ദർശനത്തിനും അധികം തിരക്കില്ലാതെ നമുക്ക് പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് എളുപ്പമാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ചുറ്റും ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു 3 ഘട്ടമായിട്ടാണ് ഉള്ളത്. ആദ്യത്തെ മെയിൻ ഗോപുരത്തിൽ നിന്ന് അകത്ത് കയറിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒരു 5 സഭകളുണ്ട്. കനകസഭ, സിത്സഭ, നൃത്തസഭ, ദേവസഭ, രാജസഭ എന്ന് പറഞ്ഞിട്ട് 5 സഭകളുണ്ട്. ഇത് വന്നിട്ട് 10th സെഞ്ച്വറിയിൽ രാജേന്ദ്ര ചോള പണി കഴിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അതൊരു അതിമനോഹരമായിട്ടുള്ളൊരു കുളമുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ കുളം പണിത് വെച്ചിരിക്കുന്നതെന്നറിയോ. അതിന്ന് ഒരു സ്ഥലത്തു നിന്ന് നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഗോപുരങ്ങൾ കാണാം. ഇങ്ങനെ ശരിക്കും എന്തോ സിനിമയിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. ശരിക്കും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ലൈഫിൽ ഇതൊക്കെ വന്നിട്ട് കാണണം. അന്ന കാലത്ത് അവരിങ്ങനെയൊക്കെ പണിത് വെച്ചിരിക്കുന്നത് ആലോചിക്കാൻ പോലും വയ്യ. എന്ത് അതിമനോഹരമാണെന്നറിയോ. ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ശൈവതും വൈഷ്ണവൻ്റെതും കൂടെ പ്രതിഷ്ഠ ഉള്ളത്. ഗോവിന്ദരാജ പെരുമാളും ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് ഗോവിന്ദരാജ പെരുമാൾ, അതായത് വിഷ്ണുവും ശിവനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നിൽക്കുന്നുള്ളത്. ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യണമെന്ന് മോളുടെ ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ മക്കൾ 2 പേരും അവിടെ ഇരുന്നിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡാൻസിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ. ഈ ഒരു ചിദംബരം എന്ന് പറയുന്ന സിറ്റി തന്നെ മെയിനായിട്ടും ഈ ഒരു അമ്പലം കൊണ്ട് പ്രശസ്തമായിട്ടുള്ളതും കുറച്ച് ഡെവലപ്പായിട്ടുള്ളൊരു സ്ഥലമാട്ടോ. ചെന്നൈയിൽ നിന്ന് ഒരു 250 കിലോമീറ്റർ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു 360 കിലോമീറ്റർ. ഇവിടുന്ന് നമുക്ക് പിച്ചാവരം കണ്ടൽക്കാടുകൾ കാണാനും ഒക്കെ പോവാം. അവിടെ ഹോട്ടലുകൾ ബുക്ക് കുറച്ച് 1-2 പേരുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് തൊഴണം. ബൈ.